നമ്മുടെ പ്രധാനമന്ത്രി ഇവിടെ വന്നു. മുഖ്യമന്ത്രി എന്ന നിലക്ക് ഞാൻ സ്വീകരിക്കാൻ പോയി. അപ്പോൾ സാധാരണഗതിയിൽ ഒന്ന് വണങ്ങുന്നു. എന്താ സാധാരണ നമ്മൾ എന്താ ചെയ്യുക? അതെനിക്ക് മനസ്സിലാകാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. മുഖ്യമന്ത്രി അല്ല, തമാശയായിട്ട് ചോദിക്കുന്നതല്ലേ. മുഖ്യമന്ത്രിയായിട്ട് ഉമ്മൻചാണ്ടി ഇരുന്നിരുന്നല്ലോ, പ്രധാനമന്ത്രിയായിട്ട് മോദി ഉണ്ടായിരുന്നല്ലോ. ആ ഘട്ടത്തിൽ ഉമ്മൻചാണ്ടി അദ്ദേഹത്തെ സ്വീകരിച്ചിട്ടുണ്ട്. ആ സ്വീകരിച്ച ചിത്രവും നിങ്ങളെടുത്ത് നോക്കൂ. എന്ത് വ്യത്യാസമാണ് ഇത് തമ്മിലുള്ളത് എന്ന് നോക്കിക്കോളൂ. അല്ല, അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം തന്നെ പറയുമായിരുന്നല്ലോ. അതല്ലല്ലോ, അദ്ദേഹം നിങ്ങൾക്ക് ഏറ്റവും ഒടുവിലുണ്ടായ മുഖ്യമന്ത്രി അദ്ദേഹമാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ പരാമർശിക്കുന്നത്. അദ്ദേഹം സ്വീകരിച്ച രീതി എന്താണ്? ഇനി നിങ്ങളുടെ പരമോന്നത നേതാവാണല്ലോ രാഹുൽ ഗാന്ധി. എന്താ സർ ചെയ്തത്? അവിടുത്തെ സ്വീകരിക്കലായിരുന്നു. ഏതായിരുന്നു സാഹചര്യം? ഇത് കേരളത്തിലേക്ക് വരുന്ന ഒരു പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനുള്ള ബാധ്യതയാണ് ഈ കസേരയിലിരിക്കുന്ന ആർക്കായാലും ഉള്ളത്. ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് ഞാൻ സംസാരിച്ചു കഴിഞ്ഞു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സംസാരിച്ചു കഴിഞ്ഞ് ഞാനിവിടെ ഇരിക്കുന്നു. സതീശൻ വന്ന് എന്നെ കെട്ടിപ്പിടിക്കുന്നു. അങ്ങനെ നടക്കുമോ? അങ്ങനെ നടക്കാറുണ്ടോ സാധാരണ? അപ്പോൾ എന്തിനാണ് ഇത്തരം കാര്യങ്ങളൊക്കെ എടുത്തിട്ട് എന്തോ ഒരു ഭയങ്കര കാര്യം? ഞാനെന്തോ ഈ അദ്ദേഹത്തെയൊക്കെ കാണുമ്പോൾ ഇങ്ങനെ മുട്ട് കുറച്ച് പോകുന്നതാണ്. ഞാൻ ആ കാര്യത്തിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല. എന്തിനാണ് അത്തരം ഒരു ബാലിശമായ പരാമർശങ്ങളിലേക്ക് പോകുന്നത്? ഏത് മുഖ്യമന്ത്രിയാണ്? ആകെ ചന്ദ്രശേഖർ റാവു കാണിച്ചിരുന്നു. ചന്ദ്രശേഖർ റാവു നിങ്ങളെ മുഖ്യമന്ത്രിയാണെന്ന് പറയാൻ പറ്റുമോ? ചന്ദ്രശേഖർ റാവു അവിടെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹം കാണിച്ചിരുന്നത്, അദ്ദേഹം നിലപാടെടുത്തിരുന്നു. അത് അന്യായമായ തെറ്റായ നിലപാടുകൾ സ്വീകരിക്കുന്നു വന്നപ്പോൾ അദ്ദേഹം അത്തരത്തിലൊരു നിലപാടെടുത്തിരുന്നു. സാധാരണഗതിയിൽ ഒരു മുഖ്യമന്ത്രിയുടെ ബാധ്യതയല്ലേ അത്? ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ പ്രധാനമന്ത്രി വരുമ്പോൾ സ്വീകരിക്കണ്ടേ? പിന്നെ നമ്മളെല്ലാവരും മനുഷ്യരല്ലേ. നമ്മൾ വളരെ കടുത്ത രീതിയിലൊക്കെ രാഷ്ട്രീയമായി വിമർശിക്കുമ്പോൾ പരസ്പരം വിമർശിക്കുന്നുണ്ടാവും. പക്ഷേ മനുഷ്യരെന്ന രീതിയിലുള്ള പരസ്പര ബന്ധം ഉണ്ടാവില്ലേ? എൻ്റെ തന്നെ ഒരു അനുഭവം ഉണ്ടല്ലോ, നിങ്ങൾ ഓർത്താൽ മതിയല്ലോ. ഞാനൊരു ദിവസം ഫ്ലൈറ്റിൽ വരികയാണ് എറണാകുളത്തേക്ക്. എഴുന്നേറ്റപ്പോൾ തൊട്ടു മുന്നിൽ ചപ്പുറത്തായിട്ട് സുധാകരനുണ്ട്. സുധാകരൻ തിരിയുന്നു. ഞാൻ എഴുന്നേറ്റപ്പോൾ നേരെ നിങ്ങൾ ഈ ഫ്ലൈറ്റിലുണ്ടായിരുന്നു? ഞാനുണ്ടായിരുന്നു. നിങ്ങളുണ്ടെന്ന് ഞാനും കേട്ടു എന്ന് പറഞ്ഞു. എന്താ ഇവിടെ തിരുവനന്തപുരത്തേക്ക് വരുന്നുണ്ട്, ഞാൻ തിരിച്ച് ഇങ്ങോട്ട് വരുന്നതാണ്. അല്ല, എനിക്കിവിടെ പരിപാടിയുണ്ട്, എല്ലാം കഴിഞ്ഞ് പറഞ്ഞ് ഞാൻ ഇറങ്ങി ഇങ്ങ് പോന്നു. അദ്ദേഹം പത്രക്കാരോട് പറഞ്ഞ് നിങ്ങളെല്ലാവരും കേട്ടില്ലേ? നാണമുണ്ടോ ഈ മനുഷ്യൻ? എന്നെ കണ്ടപ്പോൾ ചിരിക്കുകയാണ്. ഞാനെന്താ വേണ്ടിയിരുന്നത്? ഞാൻ അയാളെ ഭയന്നിട്ടാണോ? സുധാകരൻ എന്ന നിങ്ങളുടെ നേതാവിനെ ഭയന്നുകൊണ്ടാണോ ഞാൻ അദ്ദേഹത്തോട് ചോദ്യം പറഞ്ഞത്? സാധാരണ ഒരു മര്യാദയില്ല, നമ്മളെല്ലാം ആളുകൾ കാണുകയില്ലേ? സാധാരണ മര്യാദ അനുസരിച്ച് എൻ്റെതായ മര്യാദ ഞാൻ കാണിക്കണ്ടേ? അതല്ലേ എൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. അത് ഭയന്നതുകൊണ്ടോ എൻ്റെ മുട്ടിങ്ങനെ അടിച്ചതുകൊണ്ടോ ആണ്? ഇതൊക്കെ നാം തമ്മിൽ സാധാരണഗതിയിൽ കാണിക്കേണ്ട ഒരു മര്യാദയിൽപ്പെട്ടതാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അതാണ് ഓർക്കേണ്ടത്. യെസ് ഇവിടെ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഇല്ലാത്തതിനെ പറ്റി പറഞ്ഞു. യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ നമ്മുടെ സംസ്ഥാനത്ത് BJP ഗവൺമെൻറ് സ്വീകരിക്കുന്ന നിലപാടിൻ്റെ ഭാഗമായി തന്നെ വന്നിട്ടുള്ളൊരു ഗതികേടാണത്. കാരണം ഗവർണർ ഒരു പ്രത്യേക നിലപാടെടുക്കുകയാണ്. നാം എല്ലാവരും കൂടി പാസ്സാക്കിയതാണ് നിയമം. ആ നിയമം ഒപ്പിട്ടിട്ടില്ല, അതങ്ങനെ കിടക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോഴൊരു അനിശ്ചിതത്വം വന്നിട്ടുള്ളത്. യഥാർത്ഥത്തിൽ നമ്മൾ ഒന്നിച്ചാണ് അതിനെതിരെ ശബ്ദിക്കേണ്ടത്. പക്ഷേ നിങ്ങളെന്തോ ആ ഭാഗം ശബ്ദിക്കുന്നില്ല എന്ന് മാത്രം. നമുക്ക് ഒന്നിച്ചത്തരം കാര്യങ്ങളിൽ ശബ്ദിക്കാൻ കഴിയണം. നിയമസഭയുടെ പ്രോപ്പർട്ടിയാണത്. നിയമസഭ അംഗീകരിച്ചു കഴിഞ്ഞ കാര്യമാണ്. അത് ഗവൺമെൻറ്റത് മാത്രമല്ല, നിയമസഭയുടേതായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ആ നില നമ്മൾ സ്വീകരിച്ചു പോകേണ്ടതാണ്. ഈ
ബ്രെയിൻ ഡ്രെയിനിനെ പറ്റി പറഞ്ഞ കാര്യത്തിൽ നേരത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കാണേണ്ടത്, നമ്മളതിനെ നേരിടേണ്ടത് എങ്ങനെയാണ്? അതിൽ വല്ലാതെ ആശങ്ക പ്രകടിപ്പിച്ച് വേദനിച്ചിരിക്കുകയല്ല വേണ്ടത്. നമ്മൾ വേണ്ടത് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ശാക്തീകരിക്കണം. ആ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ശാക്തീകരിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് നാം നടത്തിപ്പോകുന്നത്. അത് നല്ല ഫലപ്രദമായിട്ട് തന്നെ നാം നടത്തുകയാണെന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറുടെ പുനർനിയമനത്തിൽ ചട്ടവിരുദ്ധമായി യാതൊരു കാര്യവും ഉണ്ടായിട്ടില്ല. ഇതിൽ നമ്മൾ കാണേണ്ടത് ചാൻസലർ സുപ്രീം കോടതിയുടെ മുന്നിൽ പറയാണ്, ഞാൻ സമ്മർദ്ദത്തിലായി. സുപ്രീം കോടതി എന്താ പറയുക? ഞാൻ സമ്മർദ്ദത്തിലായി എന്ന് ഒരു വ്യക്തി പോയിട്ട് സുപ്രീം കോടതിയുടെ മുന്നിൽ പറഞ്ഞാൽ നിങ്ങൾ സമ്മർദ്ദത്തിലായിട്ടില്ല എന്ന് സുപ്രീം കോടതിക്ക് പറയാൻ പറ്റും? എത്രമാത്രം വസ്തുതാവിരുദ്ധമായ കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. ആ വസ്തുതാവിരുദ്ധമായ കാര്യം പറയുന്നതിന് അദ്ദേഹത്തെ പ്രേരിപ്പിച്ച വേറെ രാഷ്ട്രീയ കാരണങ്ങളുണ്ടാവും, അത് മറ്റു കാര്യം. പക്ഷേ തീർത്തും വസ്തുതാവിരുദ്ധമായ കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. അതാണ് നാം കാണേണ്ടത്. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ സുപ്രീം കോടതി അത് മുഖവിലക്കെടുക്കുകയാണ്. അതിൻ്റെ ഭാഗമായി നടപടികളിലേക്ക് കടക്കുകയാണ് ചെയ്തത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ഒരു റിവ്യൂ ഹർജി കൃത്യമായി നൽകിയിട്ടുണ്ട്. ആ ഹർജി ഇപ്പോൾ അവരുടെ പരിഗണനയിൽ കിടക്കുകയാണ്. ഇതിനകത്ത് കാണേണ്ടത്, ഞങ്ങൾക്കൊരു തരത്തിലുള്ള ഒത്തുകളിയും ഈ കാര്യത്തിലില്ല. അപ്പോൾ അവിടെ ഒരാളെ നിയമിച്ച കാര്യം പറഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ ചില സ്ഥാനങ്ങളിലിരിക്കുന്നവർ അവരെ സ്റ്റാഫിൽ ഇന്ന ആളെ വേണം എന്ന് പറഞ്ഞാൽ ആ സ്റ്റാഫിൽ വേണ്ട ആളെ നിയമിക്കില്ല എന്ന് ഗവൺമെൻറ് ഒരു നിലപാടെടുക്കാൻ പറ്റുമോ? ഇപ്പോൾ രാഷ്ട്രീയമായി പ്രതിപക്ഷ നേതാവും ഞാനും രണ്ട് ധ്രുവങ്ങളിലാണല്ലോ. പക്ഷേ പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസിൽ ഒരാളെ നിയമിക്കാൻ വേണ്ടി പ്രതിപക്ഷ നേതാവിനെ എഴുതിത്തരുന്നു വിചാരിക്കുക. അത് നിയമിക്കാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റും. ഇതാണ് പ്രശ്നം. അപ്പോൾ ഗവർണർ ഓഫീസ് അതിനേക്കാളും മേലെയാണ്. അതൊക്കെ അതിനെ ഗവർണറുടെ ഓഫീസ് അതിനേക്കാളും മേലെയാണല്ലോ. പക്ഷേ നമ്മൾ വസ്തുതകൾ മനസ്സിലാക്കാനാണെങ്കിലാണ് ഞാൻ പറയുന്നത്. അല്ല, പ്രചരണത്തിനാണെങ്കിൽ നിങ്ങളത് പറഞ്ഞു കാണുന്നു, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. വസ്തുതകൾ മനസ്സിലാക്കാനാണെങ്കിൽ മനസ്സിലാക്കേണ്ട കാര്യം, ഗവർണറുടെ ഓഫീസിൽ ഒരാളെ നിയമിക്കണമെന്ന് ഗവർണർ ആവശ്യപ്പെടുന്നൊരവസ്ഥ വന്നാൽ ആ ആളെ നിയമിക്കില്ല എന്നെങ്ങനെ ഗവൺമെൻറ് പറയും? അപ്പോൾ അതുകൊണ്ടാണ് ആ നിയമനം അംഗീകരിച്ചു കൊടുത്തത്. അതേതെങ്കിലും തരത്തിലുള്ള ഒത്തുകളിയാണെന്ന് കാണണ്ട. ഇപ്പോൾ സാധാരണ നിലക്ക് ഈ അന്യത്ര സേവനം 5 വർഷക്കാലമൊക്കെയാണല്ലോ. അത് 5 വർഷം കഴിഞ്ഞ് 8 വർഷമായി 9 വർഷമായി ഒക്കെ നിൽക്കുമ്പോൾ ഗവൺമെൻറ് പറയുന്നു ഇനി വേറെ ആളെ എടുക്കുക എന്ന്. ചിലപ്പോൾ ഗവർണർ പറയും അതല്ല, ഈ ആളെ തന്നെ എനിക്ക് വേണം എന്ന് നിർബന്ധമായിട്ട് പറയുന്നു. എത്രയോ കേസുകൾ അങ്ങനെയുണ്ട്. അപ്പോൾ അത്തരം ഒരു കാര്യത്തിൽ നമ്മൾ ഗുസ്തി പിടിക്കുന്നതിന് എന്താ ഒരർത്ഥം? എന്നാൽ ഈ വർഷം കൂടി ഇരിക്കട്ടെ, 1 വർഷം കൂടി കൊടുക്കുക എന്ന്, ഇത് അവസാനത്തായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് 1 വർഷം കൂടി കൊടുക്കുന്നു. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുമല്ലേ ഒരു ഓഫീസുകളുമായിട്ടുള്ളത്? ആ പ്രശ്നങ്ങളല്ലേ സാധാരണഗതിയിലുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അതൊക്കെ ഒരു ഒത്തുകളിയായിട്ട് കാണേണ്ടതില്ല. ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ, നിങ്ങളുടെ ഭാഗമായിട്ടൊക്കെ നിൽക്കുന്ന ചില കടലാസ് സംഘടനകൾ ഈ ചാൻസലറെ ഉപദേശിക്കുന്നു എന്നത് അത് നാട്ടിൽ തന്നെ പാട്ടായിട്ടുള്ള കാര്യമല്ലേ. അങ്ങനത്തെ ചില ആൾക്കാരുടെ ഉപദേശം അദ്ദേഹം സ്വീകരിക്കുന്നുണ്ട്. അതിന് നമുക്കത് ചെയ്യാൻ പറ്റും. ഇതിൽ സുപ്രീം കോടതി പറഞ്ഞ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കണ്ണൂർ വൈസ് ചാൻസലറുടെ പുനർനിയമനത്തെപ്പറ്റി പ്രായപരിധി, സെലക്ഷൻ കമ്മിറ്റി രൂപീകരണം, ഈ എല്ലാ കാര്യങ്ങളും നിയമവിധേയമാണ് എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നിനും അദ്ദേഹം ഇടപെട്ടത് സുപ്രീം കോടതി ഇടപെട്ടത് ഇദ്ദേഹം പറഞ്ഞ കാര്യത്തിൽ മാത്രമാണ്. ഇത് നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ്. Yes, Siddiq, please. ഇവിടെ പറഞ്ഞു വന്നപ്പോൾ സെക്രട്ടേറിയറ്റിലെ
പ്രോട്ടോക്കോൾ വിഭാഗത്തിലുള്ള തീപിടുത്തം വരെ പറയുന്ന സ്ഥിതിയുണ്ടായി. സാർ, അതിനെക്കുറിച്ച് വിശദമായി അന്വേഷിച്ചതാണല്ലോ. അത് ഫോറൻസിക്കും പോലീസും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റും എല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഇലക്ട്രിക് ഫാൻ കത്തിയത് മൂലമാണ് ഈ തീപിടുത്തം ഉണ്ടായത്. അവിടെയുള്ള ഫാന് കത്തുന്ന അവസ്ഥയുണ്ടായി, അതാണ് സംഭവിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതിൽ അക്കാലത്ത് നിങ്ങൾ ഉന്നയിച്ച ആരോപണം സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കേസിലെ ഫയലുകൾ നശിപ്പിക്കാനെന്നായിരുന്നു. ആ കേസുമായി ബന്ധപ്പെട്ട ഫയലുകളൊന്നും സെക്രട്ടറിയിലില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നില്ല. ഒരു ബന്ധവും അതുമായിട്ടില്ലല്ലോ. ഇപ്പോൾ വ്യവസായ മന്ത്രിയുടെ ഓഫീസിലെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയുടെ മുറിയിലുണ്ടായ തീപിടുത്തം AI ക്യാമറയുമായി ബന്ധപ്പെട്ട തെളിവുകൾ നശിപ്പിക്കാനാണെന്ന് ഈ സഭയിൽ തന്നെ ആരോപണം വന്നിരുന്നു. അതും തെറ്റായിരുന്നു എന്ന് തെളിഞ്ഞതല്ലേ. നമ്മൾ കാണേണ്ടത് ഇനി ഇതിനേക്കാളും വലിയ തീപിടുത്തം ഉണ്ടായാൽ പോലും ഒരു ഫയൽ പോലും നശിക്കാൻ പോകുന്നില്ല. എന്തുകൊണ്ടാണ്? സെക്രട്ടേറിയറ്റിൽ പൂർണ്ണമായും ഇപ്പോൾ ഈ ഫയൽ സമ്പ്രദായം നമ്മൾ നടപ്പാക്കിയിട്ടുണ്ട്. ഏത് കടലാസ് സെക്രട്ടേറിയറ്റിൽ വന്നാലും അത് സ്കാൻ ചെയ്ത് നമ്പറിട്ട് ബന്ധപ്പെട്ട സെക്ഷനിൽ ഈ ഫോർമാറ്റിലെത്തും. നിലവിലുള്ള ഫയലിലെ കടലാസാണെങ്കിൽ അത് ആ ഫയലിനോട് ചേർക്കും. പുതിയ ഫയലാക്കേണ്ടതാണെങ്കിൽ ഫയൽ നമ്പറിട്ട് ഫയലാക്കും. അപ്പോൾ ഫയലിൻ്റെ സഞ്ചാരവും ഈ വഴിയിലാണ്. പിന്നെ ഈ ഫയർ എസ്കേപ്പ് എന്ന് ഒക്കെ പറയുന്നത് ആരെ പറ്റിക്കാനാണ്? കേന്ദ്ര സർക്കാർ മണ്ണെണ്ണയുടെ വില കുറക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടതാണ്. ഫിഷറീസ് വകുപ്പ് മന്ത്രി തന്നെ കേന്ദ്രമന്ത്രിയെ നേരിൽ കണ്ട് ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഇപ്പം നിലവിൽ ലിറ്ററിന് 25 രൂപ നിരക്കിലാണ് സർക്കാർ സബ്സിഡി നൽകുന്നത്. അപ്പോൾ കേന്ദ്ര സർക്കാർ ഉണ്ടാക്കുന്ന പ്രശ്നമാണ്. നമ്മളിപ്പോൾ ഇതിന് ശാശ്വത പരിഹാരം എന്ന നിലക്ക് പറഞ്ഞിട്ടുള്ളത് മണ്ണെണ്ണ ഇതര ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്ന യാനങ്ങൾ അതിന് പ്രോത്സാഹനം നൽകുക എന്നുള്ളതാണ്.